ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ള ഹൃദയവും ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണം സൃഷ്ടിക്കാനാകുമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ഓണസന്ദേശം. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിരുട്ടിലും പ്രകാശത്തിന്റെ തിരി കൊളുത്തിവെക്കാൻ നമുക്ക് കഴിയുമെന്നും അമ്മ പറഞ്ഞു. മലയാള നാടും മലയാളികളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാഘോഷമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞ സമത്വ സുന്ദരമായൊരു ഭൂതകാലം, ആ പോയ കാലത്തെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ, അതുപോലുള്ളൊരു കാലം ഇനിയും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയും സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്ന വർത്തമാനകാലത്തെ ആഘോഷം. ഒപ്പം ഈശ്വരഭക്തി, ഈശ്വര സമർപ്പണം, ഉന്നതമായ മൂല്യങ്ങൾ എല്ലാം ചേർത്തറിഞ്ഞതാണ് ഓണം. ഈശ്വരഭക്തിയും മനുഷ്യ സ്നേഹവും ഒന്നു ചേരുന്ന കാലമാണ് ഓണക്കാലം. അങ്ങനെ സ്നേഹം, സൗഹൃദം, സഹോദര്യം, സമൃദ്ധി, സമത്വം, സമർപ്പണം തുടങ്ങിയ മഹത്തായ മൂല്യങ്ങൾ ഓണം ഉയർത്തിപ്പിടിക്കുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊരു ചൊല്ലുണ്ട്. ഗഹനമായ ആധ്യാത്മിക സന്ദേശം ഉൾക്കൊള്ളുന്നൊരു ചൊല്ലാണത്. നമ്മുടെ സങ്കല്പം കൊണ്ടും മനോഭാവം കൊണ്ടും ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര പണമുണ്ട്, എത്ര സമ്പത്തുണ്ട്, എത്ര ഭൗതികമായ സൗകര്യങ്ങളുണ്ട് എന്നൊന്നും അല്ല കാര്യം. യഥാർത്ഥ സന്തോഷം തരുന്നത് ശരിയായ മനോഭാവവും കാഴ്ചപ്പാടുമാണ്. സ്നേഹം, സൗഹൃദം, സംതൃപ്തി, സഹകരണം, ആത്മവിശ്വാസം തുടങ്ങിയ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാം. ഏത് സാഹചര്യത്തിൽ നമുക്ക് സന്തോഷമായി കഴിയാം. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ മികച്ച വിജയം കൈവരിക്കുകയും ചെയ്യും. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിട്ടിലും പ്രകാശത്തിൻ്റെ ഒരു നെയ്ത്തിരി കൊളുത്തി വയ്ക്കാൻ നമുക്ക് കഴിയും. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണത്തെ സൃഷ്ടിക്കാനാവും. ഇത് തന്നെയാണ് ഓണം നമുക്ക് നൽകുന്ന പ്രധാനമായ സന്ദേശം. ഉള്ളതുകൊണ്ട് സന്തോഷിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കാനും ഓണം നമ്മെ പഠിപ്പിക്കുന്നു. ആ വിശ്വാസവും ആഹ്ലാദവും ഉത്സാഹവും ജീവിതത്തിൽ നിന്നും നമ്മളൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വാമനരൂപത്തിലേക്ക് നീശങ്ങൾ വളർന്നു വലുതായി നമ്മൾ ഈശ്വരാനുഭൂതിയിലേക്ക് ഉയർത്തട്ടെ. അനുകൃപ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ.